ഹാപ്പി ബർത്ത്ഡേ ഉണ്ണിക്കുട്ടാ. അമ്മയുടെ പൊന്നിനെ അമ്മയ്ക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉണ്ണിക്കുട്ടനെ കാണാനൊക്കെ അമ്മയ്ക്ക് ഒത്തിരി കൊതിയാവുന്നുണ്ട്. അതുപോലെ അമ്മയ്ക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ട് ഉണ്ണിക്കുട്ടൻ ഇല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പം. ഇന്ന് ഉണ്ണിക്കുട്ടൻ്റെ പിറന്നാളാണ്, 7ാമത്തെ പിറന്നാളാണ്. കഴിഞ്ഞ 6 വർഷവും അമ്മ ഉണ്ണിക്കുട്ടൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അമ്മയാണ് ഉണ്ണിക്കുട്ടനെ കൈപിടിച്ച് കേക്കൊക്കെ മുറിപ്പിച്ചത്. അപ്പ ഇല്ലാതിരുന്ന പിറന്നാളിന് പോലും അമ്മ ഉണ്ണിക്കുട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അമ്മയും അപ്പായും അവിടെ ഇല്ല. പക്ഷേ ഉണ്ണിക്കുട്ടൻ ഹാപ്പിയാണെന്നറിയാം. പാപ്പയും മോളിയമ്മയൊക്കെ ഉണ്ട് ഉണ്ണിക്കുട്ടൻ്റെ കൂടെ. ചേട്ടായിമാരും ജോച്ചാങ്കളും ഒക്കെ വന്നു, എല്ലാവരും ഉണ്ട്. ഉണ്ണിക്കുട്ടൻ അവിടെ ഹാപ്പി ആയിട്ട് കേക്കൊക്കെ മുറിച്ചു, അമ്മ വീഡിയോയിൽ കണ്ടു. അപ്പോൾ ഉണ്ണിക്കുട്ടന് വീണ്ടും വീണ്ടും ഹാപ്പി ബർത്ത്ഡേ. ഒത്തിരി ഒത്തിരി പിറന്നാളുകൾ ആഘോഷിക്കാൻ പറ്റട്ടെ. നല്ല ഹാപ്പി ആയിട്ട് ഉണ്ണിക്കുട്ടൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കട്ടെ. ഉണ്ണിക്കുട്ടൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ണിക്കുട്ടൻ്റെ ലൈഫിൽ ഉണ്ണിക്കുട്ടനെ സാധിച്ചു കിട്ടട്ടെ. അമ്മയെക്കൊണ്ട് പറ്റുന്ന പോലെ, അപ്പായെക്കൊണ്ട് പറ്റുന്ന പോലെ അമ്മയും അപ്പയും ഉണ്ണിക്കുട്ടന് കൊച്ചിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി സങ്കടം വരുന്നുണ്ട്. കാരണം അമ്മയുടെ ലൈഫിലെ ഏറ്റവും നല്ല ദിവസമാണ് ജൂൺ 6 എന്ന് പറയുന്നത്. എൻ്റെ ഉണ്ണിക്കുട്ടന് ഉണ്ടായ ദിവസമാണ്. പക്ഷേ ഇന്നത്തെ ഈ ദിവസം, ഈ ജൂൺ 6 എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്. കാരണം ഉണ്ണിക്കുട്ടനെ അമ്മയ്ക്ക് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അമ്മ പറഞ്ഞ പോലെ കഴിഞ്ഞ 6 പിറന്നാളിനും അമ്മ ഉണ്ടായിരുന്നു ഉണ്ണിക്കുട്ടൻ്റെ കൂടെ കയ്യെ പിടിച്ച് കേക്ക് മുറിപ്പിക്കാൻ. ഈ പ്രാവശ്യം അമ്മയില്ല. പക്ഷേ അമ്മയും അപ്പയില്ലെങ്കിലും കൊച്ച് അവിടെ പാപ്പയുടെയും മുളയമ്മയുടെ ഒക്കെ കൂടെ കേക്ക് മുറിച്ചില്ലേ. അപ്പം ഉണ്ണിക്കുട്ടന് വീണ്ടും 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 ഹാപ്പി ബർത്ത്ഡേ. കൊച്ചിന് ഒരുപാട് ഒരുപാട് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങളും കൊച്ചിൻ്റെ ഇഷ്ടങ്ങളും ഒക്കെ നടക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. പതിവ് പോലെ തന്നെ നമ്മൾ വീട്ടുകാർക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിന്നൊരാഘോഷമായിരുന്നു കേട്ടോ ഉണ്ണിക്കുട്ടൻ്റെ പിറന്നാൾ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ 7 വയസ്സായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, മിക്ക പിറന്നാളിനും ദൈവന്മാർ രണ്ടും കൂടെ ഒന്നിച്ച് തന്നെയാണ് ഇങ്ങനെ കേക്കൊക്കെ മുറിക്കാറ്. പറ്റുമ്പോഴൊക്കെ നമ്മൾ അവർക്ക് ഒരുപോലത്തെ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് കൊടുത്ത് ഒന്നിച്ചുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തന്നെയാണ് കേക്ക് മുറിക്കാറ്. ഈ പ്രാവശ്യം പിന്നെ ഞാനില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്. കാരണം 6 പിറന്നാളിന് ഞാനുണ്ടായിരുന്നു. ഇത് ഞാൻ ലൈഫിൽ ഒരിക്കൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ലാത്തൊരു ഫേസായിരുന്നു കേട്ടോ. ഇങ്ങനെ ഉണ്ണിക്കുട്ടൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്നോ അല്ലെങ്കിൽ ഞാനിങ്ങനെ പോരും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇച്ചായൻ എന്തായാലും കൊച്ചിൻ്റെ പിറന്നാളിന് നാട്ടിൽ കാണുമെന്ന് എനിക്ക് വാക്ക് തന്നതുകൊണ്ടായിരുന്നു ഞാൻ ലീവിനെക്കുറിച്ച് ചിന്തിക്കാഞ്ഞതോ അല്ലെങ്കിൽ ഉണ്ണിയുടെ പിറന്നാളിന് പോകുന്ന കാര്യം ചിന്തിക്കാതിരുന്നതൊക്കെ കേട്ടോ. പക്ഷേ സമയമായപ്പം ഇച്ചായനും ലീവ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഇച്ചായന് വരാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ഏറ്റവും ലാസ്റ്റ് ഇട്ടിരിക്കുന്ന വീഡിയോ അതിനെക്കുറിച്ച് തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇച്ചായന് വരാൻ പറ്റാത്തതിനകത്ത് നമുക്ക് പരാതികളൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ എന്താ പറയുക, പിന്നെ ഈ പ്രാവശ്യത്തെ പിറന്നാളിന് ഈ കേക്ക് കൊടുക്കുന്നത് എൻ്റെ മമ്മിയുടെ മൂത്ത ആങ്ങളെയും നാത്തൂനുമാണ്. ഞങ്ങൾ മമ്മ ഡാഡി എന്ന് വിളിക്കും. അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷമായി. കാരണം ഉണ്ണിക്കുട്ടൻ്റെ പിറന്നാളിന് അങ്ങനെ ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ഉള്ളത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. പിന്നെ പതിവ് പോലെ ചേട്ടായിയും പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. അവർ കേക്കൊക്കെ മുറിച്ച് അവരെ പിള്ളേർ ഉണ്ണിക്കുട്ടനെ ഗിഫ്റ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അങ്ങനെ അവർ നല്ല അടിച്ച് പൊളിച്ചു. പക്ഷേ നമ്മളിവിടെ ഇരുന്ന് വീഡിയോ കോളിൽ കൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലായിരുന്നു ഞാനിങ്ങനെ മാറി നിൽക്കേണ്ടി വരുമെന്നൊക്കെ. അപ്പോൾ അതേ ഞങ്ങൾ 3 പേരും വീഡിയോ കോളിലുണ്ട്. ഞാനും ഇച്ചാനും ചേച്ചിയും വീഡിയോ കോളിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ കേക്കൊക്കെ മുറിച്ച് ഭയങ്കര അടിപൊളിയാക്കി ഹാപ്പിയാക്കി. പിന്നെ മമ്മി ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു. അവർ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നല്ല രീതിയിൽ അവരത് ആഘോഷിച്ചു എന്ന് പറയുന്നു. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും എനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്നാ പറയേണ്ടതെന്നൊന്നും അങ്ങനെ വാക്കുകൾ കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഒരു സംസാരിക്കുമ്പോൾ ഒരു ബ്രേക്ക് വീഴുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പിന്നെ കുഴപ്പമില്ല, അവനും കൂടെ വേണ്ടിയിട്ടാണല്ലോ, അല്ലെങ്കിൽ അവൻ്റെ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണല്ലോ എന്നോർക്കുമ്പോൾ നമുക്ക് അതിൽ സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ണിക്കുട്ടൻ, ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ ഓർക്കുമായിരുന്നു ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ എന്താ പറയുക, അവന് കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്നവർക്കെല്ലാം തിരിച്ചെടുത്ത് വെച്ച് കൊടുക്കുന്ന ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ ഇവൻ എത്രത്തോളം വളർന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ആദ്യം മുതലേ കേക്ക് മുറിക്കുമ്പോഴുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ വരുന്ന ചേഞ്ചസ് ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ അവന് 7 വയസ്സായി എന്ന് തന്നെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം ഇന്നലെ അവൻ ജനിച്ച ആ ഒരു ഫീലിങ്ങൊക്കെയാണ്. 2018 പ്രളയത്തിൻ്റെ തൊട്ട് മുമ്പാണ് ഉണ്ണിക്കുട്ടൻ ജനിക്കുന്നത്. 2018 ജൂൺ 6 ജനിക്കുന്നത്. അപ്പോൾ അവൻ ആ ഒരു 7 വയസ്സായി എന്നുള്ള റിയാലിറ്റിയിലേക്ക് പോലും എനിക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അത്രയും
അവനിപ്പോഴും എൻ്റെ മനസ്സിൽ അത്രയും കുഞ്ഞാണ്. ഞാൻ പോന്നപ്പോഴത്തെ ആ ഒരു ഉണ്ണിക്കുട്ടനൊന്നും അല്ല ഇപ്പം ഭയങ്കര വർത്താനമൊക്കെ മാറി. എന്നോട് അവൻ സംസാരിക്കുന്നത് വളരെ കുറവാണ് കേട്ടോ. അവൻ്റെ ആ ഒരു ഫീലിങ്സ് ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കും അവൻ എന്നോടധികം സംസാരിക്കാറില്ല. വല്ലപ്പോഴുമൊക്കെ ഒന്ന് സംസാരിച്ചാലേ ഉള്ളൂ. മമ്മിയെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവിടെ ഇരുന്ന് ഓരോ കൗണ്ടർ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ വീഡിയോ കോളിലൊക്കെ ഇടയ്ക്കൂടെ വന്ന് ഓരോ കൗണ്ടറൊക്കെ അടിച്ചിട്ട് പോകാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇവൻ ഇത്രയും വളർന്നല്ലോ, ഇത്രയും പറയാനൊക്കെ പഠിച്ചല്ലോ എന്ന്. അതുപോലെ തന്നെ പല്ലൊക്കെ പോയി, വേറെ പല്ലൊക്കെ വന്നു. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തെ ആ ഒരു ഷേപ്പിന് പോലും വ്യത്യാസമുണ്ട്. ഇനി ഞാൻ അവനെ കാണുമ്പോഴത്തേക്കിന് ഞാൻ പോന്നപ്പോഴത്തെ ഉണ്ണിക്കുട്ടനല്ലല്ലോ. പല്ലൊക്കെ പോയി, പല്ല് വന്നു, ഷേപ്പ് മാറി. അന്നത്തേതിനേക്കാളും നന്നായിട്ട് വർത്താനം പറയാൻ പഠിച്ചു. ഞാൻ പോന്നപ്പോൾ അവൻ ചേട്ടായിനെ ജോച്ചാങ്കിളെന്ന് വിളിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അവൻ ജോൺസൺ അങ്കിൾ എന്ന് ക്ലിയറായിട്ട് പറയാൻ പഠിച്ചു. അപ്പോൾ ഇപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവനോട് പറയും, എടാ നീ ജോച്ചാങ്കിളെന്ന് വിളിച്ചാൽ മതിയെന്ന്. അത്രയും ചേഞ്ചസ് വന്നു. അപ്പം അവന് ഇത് ചേട്ടായിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത ഉടുപ്പായിരുന്നു. ആക്ച്വലി ഗിഫ്റ്റൊക്കെ കേക്ക് മുറിക്കുന്നതിന് മുന്നേ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് പിന്നെ ആ ഉടുപ്പാണ് അവൻ കേക്ക് മുറിക്കാനിട്ടത്. അപ്പോൾ ഇത് ചേട്ടായി വാങ്ങിച്ചുകൊണ്ട് വന്ന ഉടുപ്പും പാൻറ്റ് അവിടെ എവിടെയോ ഉണ്ട്, എന്തിയെന്ന് ഞാൻ കണ്ടില്ല. ഞാനും കണ്ടില്ല, കേട്ടതേ ഉള്ളൂ കേട്ടോ, പറഞ്ഞു കേട്ടതേ ഉള്ളൂ. പിന്നെ അവന്മാർ പിള്ളേർ സെറ്റ് എല്ലാവരും ആളാം വീതം ഓരോ വണ്ടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉണ്ണിക്കുട്ടൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അടിപൊളിയായിരുന്നു. പിന്നെ അവൻ പുറമെ പറഞ്ഞില്ലെങ്കിലും അമ്മേനെ അപ്പേനെയൊക്കെ അവന് മിസ് ചെയ്തിട്ടുണ്ടാവും ഉറപ്പായിട്ടും. അവനും ഒരുപാട് നമ്മുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കുന്ന ഒരു കുട്ടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവനങ്ങനെ നമ്മളോട് അത് അങ്ങനെ പറയാറോ അല്ലെങ്കിൽ കാണണമെന്ന് പറയാറോ ഒന്നുമില്ല. അവൻ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിൽക്കാൻ അവൻ ശ്രമിക്കാറുണ്ട് അവനെക്കൊണ്ട് പറ്റുന്നത് പോലെ. അപ്പം പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളെന്ന് പറയുന്നത് ഈ വണ്ടിയൊക്കെയാണ്. അതുകൊണ്ട് പിന്നെ അത് കിട്ടുമ്പോഴത്തേക്കിനും പുള്ളിയുടെ ആ ഒരു മൈൻഡ് വേറെ ലെവലിലേക്ക് പൊക്കോളും. അങ്ങനെ വണ്ടികളൊക്കെ എടുത്ത് നോക്കി, എല്ലാം ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വണ്ടിയാണെന്ന് തന്നെ പറയാം. എത്ര വണ്ടികളുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ പൊന്നൂസിനെ വഴക്കും കൂടെ പറഞ്ഞു കേട്ടോ, എന്തിനാടാ ഇതെല്ലാം കൂടെ മേടിച്ചതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതാണ് ഞങ്ങൾ 3 പേര് വീഡിയോ കോളിൽ കൂടെ ഇരുന്ന് കേക്ക് കട്ടിങ് കണ്ടത് കേട്ടോ. ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു മൊമെൻ്റ് തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്തൊരു ഫേസാണ് ഇത് എൻ്റെ ലൈഫിൻ്റെ. അല്ലെങ്കിൽ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്തൊരു ഫേസാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഹാർഡ് മൊമെൻ്റാണ്. എന്നാലും അറ്റ്ലീസ്റ്റ് വീഡിയോ കോളിൽ കൂടെ എങ്കിലും കാണാൻ പറ്റിയല്ലോ എന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഓർക്കും പണ്ട് കാലത്തൊക്കെ ഇതേപോലെ വിദേശത്ത് പോയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഒരു അവസ്ഥ. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാനും കാണാനും ഒക്കെ പറ്റുമല്ലോ. പക്ഷേ പണ്ടൊക്കെ പോയിട്ടുള്ള ആൾക്കാരുടെ ഒരു അവസ്ഥയൊക്കെ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ണിക്കുട്ടൻ കേക്കൊക്കെ മുറിച്ച് ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു. അപ്പോൾ വീണ്ടും ഉണ്ണിക്കുട്ടന് 1000 പിറന്നാൾ ആശംസകൾ. ഒരുപാട് കാലം ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ പോകാൻ പറ്റട്ടെ. ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ഉണ്ണിക്കുട്ടനെ. അടുത്ത പിറന്നാൾ വീണ്ടും നമുക്ക് ഇതിനേക്കാളും നല്ല രീതിയിൽ അടിച്ചു പൊളിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഉണ്ണിക്കുട്ടാ.